ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുട്ടികളൊക്കെ വെക്കേഷൻ ടൈമിലായിരിക്കും. അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ തുറക്കാൻ ഇനി കുറച്ച് ദിവസമുള്ളൂ. അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ തുറക്കുന്ന ടൈമിൽ നമ്മൾ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നാൽ നമുക്ക് ബുക്കൊക്കെ പൊതിയാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നെയിൽ സ്ലിപ്പ്. പൊതുവേ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിയിട്ടും പ്രിൻ്റ് എടുത്തിട്ടൊക്കെയാണ് നെയിൽ സ്ലിപ്പൊക്കെ യൂസ് ചെയ്യാറുള്ളത്, വാങ്ങിക്കാറൊക്കെ ഉള്ളത്. അപ്പം ഇന്ന് നമുക്കതൊന്ന് സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന നമ്മൾ കിഡ്സിന് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് നെയിൽ സ്റ്റിപ്സ് ആണ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അത് നമുക്ക് വേണ്ടത് ഒരു A4 പേപ്പറാണ്. അത് നമ്മൾ നീളത്തിലൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക. പൊതുവെ നെയിൽ സ്ലിപ്പിൻ്റെ സൈസൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ആ സൈസിൽ നമ്മൾ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഒരു A4 തന്നെ നെയിൽ സ്ലിപ്പിൻ്റെ സൈസിൽ 8 പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കവായ് സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് ഇതുപോലെ രണ്ട് ഭാഗത്തും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ഭാഗത്ത് വലിയ സ്റ്റിക്കറും അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ താഴ് ഭാഗത്തായിട്ട് ചെറിയ സ്റ്റിക്കറും അങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയിമും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ നെയിം, ക്ലാസ്, ഡിവിഷൻ, അതുപോലെ റോൾ നമ്പർ, സബ്ജക്റ്റ്, സ്കൂള്, ഇതുപോലെ ഈ ഓർഡറിലാണ് ഞാനിപ്പോൾ എഴുതി കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതി കൊടുക്കാം. ഈ കവായ് സ്റ്റിക്കർ ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോയിൽ നിന്നാണ്. അതിലൊരു പാക്കിൽ 20 ഷീറ്റായിട്ടാണ് വരുന്നത്. അതിലൊരു ഷീറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ടാവും. ഒരു 100ൻ്റെ മുകളിൽ തന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ നല്ല സ്റ്റിക്കേഴ്സാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാങ്ങിക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലത്തെ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് എഴുതി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ബോർഡറായിട്ട് ഇതുപോലെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ബോർഡർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. കളറൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇനി നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് ബോർഡറൊക്കെ കൊടുത്തിട്ട് ഒന്ന് അടിപൊളിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ മോഡൽ നെയിൽ സ്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കവായ് സ്റ്റിക്കേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇതുപോലെ നമുക്ക് അടുത്ത 4 പേജസ് നമുക്ക് ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് പകരം നമുക്ക് പിക്ചേഴ്സ് വരച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. ഞാനത് ഇത് പെൻസിൽ കൊണ്ടാണ് വരച്ചു കൊടുത്തത്. അപ്പോൾ ഞാൻ ഔട്ട്ലൈനായിട്ട് ഒരു ജെൽ പെൻ എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഞാൻ ഈ പിക്ചറൊക്കെ വരച്ചത് ട്രേസിംഗ് ആപ്പ് വഴിയാണ്. അപ്പോൾ ട്രേസിംഗ് ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യലെന്നുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാൻ അറിയാത്തവർ ആ വീഡിയോ പോയിട്ടൊന്ന് കണ്ടു നോക്കുക. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഒരു പിക്ചർ ട്രേസ് ചെയ്ത് വരക്കാം എന്നുള്ളത്. അപ്പോൾ വരക്കാൻ അറിയാത്തവർക്കും സിമ്പിളായിട്ട് ആ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് പിക്ചേഴ്സൊക്കെ ഇതുപോലെ വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ബ്ലാക്ക് കളർ യൂസ് ചെയ്യുക. എൻ്റെ അടുത്ത് ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്ലൂ കളർ എടുത്തിട്ടുള്ളത്. പിന്നെ ജെൽ പെന്നും കൂടെ ആണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. ഇതിപ്പോൾ ഫുള്ളായിട്ടൊന്ന് ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കളർ ചെയ്തിട്ട് എടുക്കാം. കളറൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് അതിനൊരു
ബോർഡർ കൊടുക്കണം. ഞാനിപ്പോൾ ഇതിന് കൊടുക്കുന്നത് ഒരു കർവ് ഷേപ്പിലുള്ള ഒരു ബോർഡറാണ്. അതിനുശേഷം ആ ബോർഡറിൻ്റെ ബാക്കി ഭാഗം ഒന്ന് കളർ ചെയ്തിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. യെല്ലോ കളറാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ബോർഡർ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ ഒരു മോഡൽ കാണിക്കുന്നേ ഉള്ളൂ. നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഈ ബോർഡർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പെന്ന് കൊണ്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നെയിമും ഡിവിഷനും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ എഴുതി കൊടുക്കുക. നെയിമും ക്ലാസ്സൊക്കെ എഴുതുമ്പോൾ അതിനുശേഷം 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു ലൈനും കൂടെ വരച്ച് കൊടുക്കുക. ഇപ്പോൾ പിക്ചേഴ്സ് വരച്ചുകൊണ്ടുള്ള നെയിം സ്ലിപ്പിൽ ഫസ്റ്റത്തെ മോഡൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. മോഡൽസൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് മോഡൽസാണ് ഞാനിവിടെ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ കുറച്ച് നെയിൽ സ്ലിപ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചിട്ട് കൊണ്ടുപോവുക. ഇതിപ്പോൾ നമുക്ക് ഒട്ടിക്കണമെങ്കിൽ ബാക്കിൽ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പേരൻസാണ് വീഡിയോ കാണുന്നതെങ്കിൽ കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കുക. അവർ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ ഒന്ന് പുറത്തെടുക്കാനും നമുക്ക് പറ്റും. അപ്പോൾ അവരെ കൊണ്ടൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് നെയിൽ സ്ലിപ്പാണ് കൂടുതൽ ഇഷ്ടമായി അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.